അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബ ജീവിതം, അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ അടുക്കൽ ഒരു സന്തോഷവും നമ്മൾക്ക് ഒരു വില കൽപ്പിക്കാത്ത, ഒരു സമാധാനം തരാത്ത ഒരു ഭർത്താവല്ല നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ ആ ഒരു ജീവിതം ഒരിക്കലും നല്ലതാകുകയില്ല. ആ ഒരു ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ലഭിക്കുകയുമില്ല. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഭാര്യ ഭർത്താവായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രധാന സാഹചര്യത്തിൽ അവർ രണ്ടുപേരും എന്തോ കാരണത്താൽ പിണക്കമായി മാറി. വഴക്ക്, ഏത് സമയവും വഴക്കും, ദേഷ്യം, തമ്മിൽ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ അതിൽ നമുക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ വരുന്നത്. ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു അടയാളങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്ന ഈ അടയാളങ്ങൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സൂക്ഷിച്ചോളൂ. ഭാര്യ ഭർത്താക്കന്മാർക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ സിഹറിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് നല്ല സൗന്ദര്യമുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരെ നമുക്ക് സൗന്ദര്യം ഇല്ല എന്ന് തോന്നുക, നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അവർക്കിടയിൽ എപ്പോഴും ദേഷ്യവും വഴക്കും ബഹളങ്ങൾ, എപ്പോഴും അവർ പോലും അറിയില്ല എന്തിനാണ് എന്ന്, ചുമ്മാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അവർക്കിടയിലുള്ള സ്നേഹം കുറഞ്ഞു വരിക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരാണ്, പക്ഷെ അത് അങ്ങോട്ട് കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ സിഹർ ബാധിച്ചതിന്റെ അടയാളങ്ങളാണ്. നാലാമത്തെ കാര്യമാണ് എന്ത് ചെയ്യാനും മടി, അലസത, ഒരു താല്പര്യക്കുറവ്, ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ഭാര്യമാർക്കാണെങ്കിൽ വീട്ടുജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, മടി. മക്കളുടെ കാര്യം നോക്കാൻ സാധിക്കുന്നില്ല, മടി, അലസത. ഇതൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട് എങ്കിൽ സിഹർ ബാധിച്ചിട്ടുണ്ട്. കുടുംബത്തിന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാൻ ഇത് വളരെ വളരെ ആപത്താണ്. വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയുകയാണ് വേണ്ടത്. ആറാമത്തെ കാര്യമാണ് മനസ്സിൽ എപ്പോഴും ദുഃഖം അനുഭവപ്പെടുക. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങൾ മാത്രം എപ്പോഴും. എങ്കിൽ ഇതെല്ലാം സിഹർ ബാധിച്ചതിന്റെ അടയാളങ്ങളാണ്. പക്ഷെ അതിന് തക്കതായ ഒരു കാരണം ഒന്നുമില്ല. എന്തോ നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ്. ഏഴാമത്തെ കാര്യവും, മൂന്നാമതായിട്ട് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുക. 8, ആത്മഹത്യാ പ്രവണത നമ്മുടെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന് തോന്നുക. 9, ലൈംഗിക പ്രവണത കുറയുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക പ്രവണത കുറയുക. 10ാമത്തെ കാര്യമാണ് നമ്മൾക്ക് മറ്റുള്ളവരോട് എല്ലാവരോടും ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നുക. നമ്മളോട് സ്നേഹം ഉള്ളവരോട് പോലും നമുക്ക് ദേഷ്യവും വെറുപ്പും അസൂയ ഒക്കെ തോന്നി തുടങ്ങുക. ഈ ലക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കണ്ടു തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ ഈ അടയാളങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയാത്തവരാണ് ഈ രീതിയിലുള്ള പ്രവർത്തികൾ നമ്മളോട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്തറിയുന്നവർ പോലും ആകാം നമുക്ക് ഈ സിഹർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ നല്ല സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയും കാണുന്ന ഒരു വ്യക്തിയാകാം ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.